بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും പ്രിയം നിറഞ്ഞ അൽക്കലം അക്കാദമിയിലെ എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നഹ്വിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അതെ അതെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള ഇറാബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മർഫുവാത്തുകൾ ഏതൊക്കെയാണ്, മൻസൂബാത്തുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും, എന്നാൽ പലപ്പോഴും ചോദ്യങ്ങളൊക്കെ വരികയും നമ്മുടെ അശ്രദ്ധ മൂലം തെറ്റിക്കുകയും ചെയ്ത പല ഭാഗങ്ങളുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് അസ്ലിയായ ഇറാബുണ്ട്, ഫർഇയായ ഇറാബുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഫർഇയായ ഇറാബിനെ സംബന്ധിച്ചാണ് മത്സര പരീക്ഷകൾക്കൊക്കെ അധികവും ചോദിക്കാറുള്ളത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി പറയുന്ന ഓരോ കൺസെപ്റ്റും, തസ്നിയനെ പറ്റി പറയുമ്പോൾ തസ്നിയന്റെ ഇറാബ് അത് കൃത്യമായിട്ട് മനസ്സിൽ പതിപ്പിച്ച് വെക്കണം. അത് കഴിഞ്ഞ് ജമ്മു മുദക്കറിനെ സംബന്ധിച്ച് അതിന്റെ ഇറാബ് പറയും. ഓരോന്നും കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ജമ്മു മുഅന്നസ് സാലിം അല്ലെങ്കിൽ ജമ്മു മുഅന്നസ് അതിന്റെ ഇറാബ് പറയും. അതുപോലെ അസ്മാഉൽ ഖംസ, ഒയറു മുൻസരിഫ്, ഇവകൾക്കൊക്കെ ഇറാബുകൾ ഫർഇയാണ്, വ്യത്യസ്തമാണ്. പരീക്ഷയ്ക്ക് നിർബന്ധമായും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാണ്. നമ്മൾ പറഞ്ഞു, നോർമലായിട്ട് ഇറാബുകൾ ലമ്മത്ത് കൊണ്ടാണ് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർവ്. ഇതാണ് ബേസിക് ആയ ഇറാബ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ആദ്യമായി നമുക്ക് സംസാരിക്കാം. മുലഖസുൽ ഇസ്മിൽ മുഫ്രദ്. ഇനി ഒരു മുഫ്രദായ സാധാരണ ഉള്ള ഒരു ഇസ്മിന്റെ ഇറാബ് എന്താണ്? ഒരു മുഫ്രദായ ഇസ്മ എന്ന് പറഞ്ഞാൽ കുല്ലു ഇസ്മിൻ യദുല്ലു അലാ വാഹിദിൻ, ഏകവചനത്തിന്റെ മേൽ അറിയിക്കുന്ന എല്ലാ ഇസ്മിനുമാണ് മുഫ്രദ് എന്ന് പറയുന്നത്. ഒരാളെ ഉണ്ടാകുള്ളൂ. അത് ആണാകാം, പെണ്ണാകാം, ഏത് നിലക്കും ആകാം. മിസ്ല സെയ്ദിൻ, സെയ്ദ് എന്ന് പറയുന്ന ഇസ്മു പോലെ. സെയ്ദുൻ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒരാള്. ഒരാള് ഏക വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് മുഫ്രദ് എന്ന് പറയുന്നത്. ഔ വാഹിദത്തിൻ, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള ഒരു ഏകവചനം. ഔ വാഹിദത്തിൻ മുഅന്നസത്തിൻ മിസ്ല ഫാത്തിമ, ഫാത്തിമ എന്ന് പറയുന്ന പോലെ. ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരാണ്, ഒരു സ്ത്രീയാണ്. ഇതിന്റെ ഇറാബാണ് നമ്മൾ സാധാരണ ഉള്ള ഇറാബ്. മുഫ്രദായ ഇസ്മിന് ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർറ്. എല്ലാവർക്കും അറിയുന്ന സാധാരണ ഇറാബ്. ലമ്മത്ത് കൊണ്ട് റഫ്. ഹളറ സെയ്ദുൻ, ഹളറ ഹാജറായി. ആര്? സെയ്ദുൻ, സെയ്ദ് എന്ന് പറയുന്ന ആള് ഹാജറായി. അപ്പോ ഹളറ ഫിഅല് മാളിയാണ്. ഇവിടെ വന്ന ആള്, ഹാജറായ ആള് സെയ്ദാണ്. സെയ്ദിന്റെ ഇറാബ് റഫ് ആണ്, മർഫു ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, മർഫുവാത്തിൽ പെട്ടതാണ് ഇസ്മുൽ ഫാഇൽ എന്ന് പറയുന്നത്. അവിടെ സെയ്ദുൻ എന്നുള്ളതിന്റെ ഇറാബ് ഇപ്പൊ എന്താ? ഹലറ സെയ്ദുൻ. അലറ സെയ്ദുൻ. അതിന്റെ ഒന്ന് ഇറാബ് പറഞ്ഞു നോക്കണേ.
ആരെങ്കിലും ഒരാൾ പറയും. ഓക്കെ, അഹ്സൻതും. അപ്പൊ ഇത് വളരെ സിമ്പിളായി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ സെയ്ദ് എന്നുള്ള ഇവിടെ ഫായിലാണ്, കാരണം ഫിഅല് ചെയ്ത ആളാണ് ഇവിടെ സെയ്ദ്. അതുകൊണ്ട് തന്നെ സെയ്ദ് ഫായില് മർഫു ആണ്, മർഫൂൻ ബിൽ ലമ്മത്ത്. അലറ ഫിഅല് മാദി. ഇനി ഫതഹത്ത് കൊണ്ടാണ് നിസ്ബ്. റഅയ്തു ഞാൻ കണ്ടു, അൽ ആമില ജോലിക്കാരനെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഗവർണറെ കണ്ടു എന്നൊക്കെ പറയാം. അപ്പോ ഇറാബ് പറയാം റഅയ്തു ഞാൻ കണ്ടു, ഞാൻ കണ്ടു. അപ്പൊ കണ്ടു എന്നുള്ള ഫേലുണ്ട്, കണ്ട ആളാരാണ്? ഞാനാണ്. ഫേല് വന്നു, ഫായില് വന്നു. സ്വാഭാവികമായിട്ടും ആ ജുംലയിൽ അടുത്ത് വരേണ്ടത് മഫ്ഊല് ബിഹി ആണ്. അൽ ആമില മഫ്ഊല് ബിഹി. ആരെയാണ് കണ്ടത്? ജോലിക്കാരനെ കണ്ടു. അപ്പൊ മഫ്ഊല് ബിഹിയുടെ ഇറാബ് നമ്മൾ പറഞ്ഞു മൻസൂബാണ്. അപ്പൊ റഅയ്തു ഫിഅല് ഫായില് അൽ ആമില മഫ്ഊല് ബിഹി. ഫതഹത്ത് കൊണ്ട് നസ്ബ് ലഭിച്ചു. കസ്റത്ത് കൊണ്ടാണ് ചെറ്. സാധാരണ ഒരു മുഫ്രദായ ഇസ്മിന്. സല്ലംതു ഞാൻ സലാം പറഞ്ഞു, അലാ ഖാലിദിൻ ഖാലിദിന് മേലിൽ ഞാൻ സലാം പറഞ്ഞു. സല്ലംതു ഫിഅല് വന്നു, സലാം പറയാ എന്നുള്ള ഫിഅല് വന്നു. ആരാ പറഞ്ഞതാ? ഞാനാണ് പറഞ്ഞത്. ഫായില് വന്നു, ആരുടെ മേലിൽ പറഞ്ഞു? അലാ ഖാലിദിൻ ഖാലിദിന്റെ മേലിലാണ് പറഞ്ഞത്. ജാറ് മജ്റൂറാണ്. അപ്പൊ അല എന്നുള്ള ജെറിന്റെ അദാത്താണ്. ഇസ്മിന്റെ മുമ്പ് അല വന്നു കഴിഞ്ഞാൽ, ജെറിന്റെ അദാത്തുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ള ഇസ്മ് മജ്റൂറാണ്. ഖാലിദ് എന്നുള്ളത് ഇവിടെ മജ്റൂറാണ്. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അറബി ഭാഷയിലുള്ള ഇറാബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. തസ്നിയ. തസ്നിയ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം പലപ്പോഴും എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. തസ്നിയ അതിന്റെ നിർവചനം ചോദിച്ചിട്ടുണ്ട്. ജംഉ മുദക്കർ സാലിമിന്റെ നിർവചനം പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജംഉ മുഅന്നസ് സാലിം എന്തിന്റെയും നിർവചനം ചോദിക്കുമ്പോൾ നമ്മൾ നിർവചനം ഒന്നും പഠിക്കൂല, അങ്ങനെ കാണാതെ തസ്നിയ എന്ന് പഠിച്ചിട്ടുണ്ടാവും, ജംഉ മുദക്കർ എന്ന് പഠിച്ചിട്ടുണ്ടാവും, ജംഉ മുഅന്നസ്. പരീക്ഷയ്ക്ക് ഇതിന്റെ നിർവചനം വെച്ച് ചോദിച്ചിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം കാണാൻ സാധിക്കും. മാ ദല്ല അല ഇസ്നൈനി ഔ ഇസ്നതൈനി. മുഫ്രദ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒരു വചനത്തിന്റെ ഏകനായ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. ഇനി പറയുന്നത് ഒറ്റ എന്നുള്ളത് കഴിഞ്ഞു. തസ്നിയ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് എന്നാണ്. മാ ദല്ല അല ഇസ്നൈനി രണ്ട് പുരുഷന്മാരുടെ മേലിലോ, ഔ ഇസ്നതൈനി രണ്ട് സ്ത്രീയുടെ മേലിലോ അറിയിക്കാം. എങ്ങനെയാണ്? ബി സിയാദത്തി അലിഫിൻ വ നൂനിൻ. അലിഫും നൂനും എക്സ്ട്രാ കൊണ്ടുവരൽ കൊണ്ട്. സിയാദത്ത് എന്ന് പറയുന്ന അവിടെ പോയിന്റ് അടിവരയിടണം. എക്സ്ട്രയാണ്, അസ്ലിയല്ല. അസ്ലി എന്ന് പറഞ്ഞാൽ അതിൽ ഒറിജിനൽ ആയിട്ട് തന്നെ ആ കെലിമത്തിൽ ഉള്ളതാവും. പക്ഷെ ഇവിടെ ഉള്ളത് തസ്നിയയിലുള്ളതും അതുപോലെ തന്നെ ജംഉ മുദക്കറിന്റെ അവിടെയും ജംഉ മുഅന്നസിന്റെ അവിടെ ഒക്കെ വരുന്നതൊക്കെ എക്സ്ട്രയാണ്, സിയാദത്താണ്. അല അലിഫിനെയും നൂനിനെയും വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ട് പുരുഷൻ അല്ലെങ്കിൽ രണ്ട് സ്ത്രീ എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്ന ഒരു കെലിമത്തിനാണ് മുസന്ന അല്ലെങ്കിൽ തസ്നിയ എന്നൊക്കെ പറയുന്നത്. മിസ്ല റജുലാനി, റജുലാനി, റജുലുൻ എന്നാണ് മുഫ്രദ് അല്ലെ. ഇവിടെ എന്താ വർദ്ധിപ്പിച്ചത്? റജുലുൻ എന്നുള്ളിടത്ത് എന്താ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞത്? അലിഫും നൂനാണ്. കണ്ടോ? റജുലാനി എന്നാക്കി. അല്ലെങ്കിലോ ഔ യാ ഇൻ വനൂനൻ, അല്ലെങ്കിൽ യാ നൂന് കൊണ്ടുവരാം. അത് ഏതിന്റെ സമയത്താണ്? നസ്ബിന്റെയും ജറിന്റെ സമയത്ത്. റജുലൈനി. ഇതിനാണ് തസ്നിയ എന്ന് പറയുന്നത്. ഇനി ജംഉൽ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക.
അപ്പൊ 2 പുരുഷന് അല്ലെങ്കിൽ 2 സ്ത്രീ എന്നുള്ളതിന്റെ മേലാണ് തസ്നിയ പറഞ്ഞത്. അതില് അലിഫ് കൊണ്ടാണ് റഫ്. അതിന്റെ ഇറാബ് കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അലിഫ് കൊണ്ടാണ് റഫ്. നമ്മൾ പറഞ്ഞു ജാ വന്നു അൽ മുഅല്ലിമാനി, 2 അധ്യാപകർ വന്നു. അലിഫ് കൊണ്ട് റഫ്. കാരണം ജാ എന്ന ഫീലിന്റെ ഫായിലാണ് അൽ മുഅല്ലിമാനി, 2 അധ്യാപകരാണ് വന്നത്. എങ്ങനെയാണ് റഫ് കിട്ടിയിട്ടുള്ളത്? എങ്ങനെയാ റഫ് കിട്ടിയിട്ടുള്ളത്? അലിഫി. ഒരിക്കലും മറക്കരുത്. തസ്നിയന്റെ റഫ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബിൽ അലിഫി. ഈ ഓരോന്നും കൺസെപ്റ്റുകൾ മാറരുത്, എഴുതിയിട്ട് തന്നെ പഠിക്കണം. എനിക്കത് എഴുതി അയച്ചു തരുമാണ്. ആകെ ഒരു 8-9 പേരാണ് ആകെ നോട്ട്സ് ഇതുവരെ അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാം. പക്ഷെ മനസ്സിലാകലല്ല പ്രധാനം, ഓർമ്മയിൽ നിൽക്കലാണ് പ്രധാനം. ഇത് ഒരു പ്രാവശ്യം എഴുതി പഠിച്ചാൽ അതിന്റെ ഉപകാരം നിങ്ങൾക്കാണ്. എനിക്ക് പ്രശ്നമില്ല, ഞാൻ എഴുതി അയച്ചവരതും ജസ്റ്റ് നോക്കും, വിലയിരുത്തി ഓക്കെ അടിക്കും. പക്ഷെ എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ബി.എഡിന്റെ പെഡഗോഗിയുടെ ഭാഗം എടുത്ത് നോക്കിയാൽ മനസ്സിലാകാൻ സാധിച്ചു. കേവലം നമ്മുടെ ഇസ്തിമാഇനേക്കാൾ കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ നിലനിൽക്കുന്നത് അത് എഴുതുക എന്നുള്ള പ്രോസസ്സും കൂടി വരുമ്പോഴാണ്. അതുകൊണ്ട് അത് എഴുതി പഠിക്കുക. കാരണം അത് അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തി ഓരോ ഉദാഹരണങ്ങളും തസ്നിയന്റെ റഫിന്റെ സാഹചര്യം എങ്ങനെയാണ്, നെസ്ബിന്റെ സാഹചര്യം കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. അത് ശ്രദ്ധിക്കുക. നോക്കൂ, ഇനി യാ കൊണ്ടാണ് ജെറ്. മറർത്തു, ഞാൻ സഞ്ചരിച്ചു. ബിത്തോലിബൈനി, 2 വിദ്യാർത്ഥികളുടെ അരികിലൂടെ ഞാൻ സഞ്ചരിച്ചു. എങ്ങനെയാണ് ജെറ് കിട്ടിയിട്ടുള്ളത് തസ്നിയക്ക്? യാ കൊണ്ടാണ്, ബിത്തോലിബൈനി. ഇനി നോക്കൂ, യുൻസബു ബിൽ യാഇ, യാ കൊണ്ട് തന്നെയാണ് നെസ്ബും. അപ്പൊ നമ്മൾ ആലോചിക്കുക, തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ്, നെസ്ബും ജെറും എടുത്തു നോക്കിയാലോ, രണ്ടും യാ കൊണ്ട് തന്നെ. ശക്കറൽ മുഅല്ലിമു, അധ്യാപകൻ നന്ദി പറഞ്ഞു. തോലിബത്തൈനി, 2 വിദ്യാർത്ഥികളോട്. ഇനി തോലിബൈനി, ശക്കറത്തുൽ മുഅല്ലിമു അത്തോലിബൈനി. 2 സമയത്തും, നസ്ബിന്റെ സമയത്തും ജറിന്റെ സമയത്തും സെയിം ആയിട്ടാണ് തസ്നിയയില് വരിക. ഇവിടെ ഉദാഹരണം തോലിബത്തൈനിയും തോലിബൈനിയും ആയതോട് കൊടുത്തുള്ള വ്യത്യാസം മാത്രമാണ്. രണ്ടും ഒരുപോലെയാണ് പറയാം. വേറൊരു ഉദാഹരണം പറഞ്ഞു നോക്കൂ. ജറിന്റെ സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ജറിന്റെ സമയം പറയും. ഖദീജ ടീച്ചറെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. നലർത്തുവില മുദരിസൈനി. നലർത്തുവില മുദരിസൈനി. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? 2 അധ്യാപകരിലേക്ക് ഞാൻ നോക്കി. ഇനി നെസ്ബിന്റെ ഒരു സാഹചര്യം പറഞ്ഞാൽ സാജിദ ടീച്ചറെ തസ്നിയയില് മൈക്ക് ഓണാക്കി വെച്ചിട്ട് 10 ഇടാൻ വയ്ക്കണം. ടീച്ചർ ആരെങ്കിലും ഒരാൾ പറയും നെസ്ബിന്റെ സാഹചര്യം. അതേപോലെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ശക്കർത്തു ലി ത്വാലിബത്തൈനി. ശക്കർത്തു ലി ത്വാലിബത്തൈനി ഉദാഹരണം ശരിയാണോ? ജെറിന്റെ സ്ഥാനത്താ പറഞ്ഞത്. ജെറല്ലാണ്ട് നെസ്ബാണ്. ജെറിന്റെ ഉദാഹരണം മറ്റേ ടീച്ചർ പറഞ്ഞു, ഖദീജ ടീച്ചർ. ആ ഉദാഹരണം തന്നെ നോക്കി. ശക്കറൽ മുഅല്ലിമു. ഇനി അത് വേറെ രൂപത്തിലാക്കി പറഞ്ഞു. ശക്കറൽ മുഅല്ലിമു ത്വാലിബത്തൈനി.
ഇതിലുള്ള ഉദാഹരണല്ലേ? നിങ്ങൾ എന്താണ്? ഓക്കെ. ഏത് ഉദാഹരണമാകാം. എന്നതല്ല അഹദൽ ഉസ്താദ് എന്ന് മുഅല്ലിം. പറഞ്ഞൂടെ? ആ, അഹദൽ മുഅല്ലിമു വലതൈനി. ഓക്കെ കലമൈനി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാ കൊണ്ടും തന്നെയാണ് നെസ്ബും ജറും. അപ്പൊ തസ്നിയന്റെ സമയത്ത് നെസ്ബായാലും ജെറായാലും വലിയ വ്യത്യാസമില്ല, രണ്ടും ഒരേ രൂപത്തിലാണ് വരിക എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ജംഅ് മുദക്കറാണ് നമ്മൾ പറയുന്നത്. ജംഅ് മുദക്കർ സാലിം എന്നും പറയും, ജംഅ് മുദക്കർ എന്ന് പറയും. രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. ഇത് വേറെ എന്താ സംഭവം എന്ന് വിചാരിക്കണ്ട. സാലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത്, അഥവാ വഹദാന്റെ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. തക്സീറിന്റെ ജമ്മിനെ പറ്റി നമ്മൾ പറഞ്ഞു. മുഫ്രദിന്റെ രൂപം ജമ്മാക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് തക്സീറിന്റെ ജമ്മ് എന്ന് പറഞ്ഞു. ഇനി ജമുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ വഹദാന്റെ രൂപം എന്തായിരിക്കും? ജമ്മാക്കുന്ന സമയത്ത് മാറ്റം വരാത്ത രക്ഷപ്പെടുന്നതാണ് ജമുദക്കർ സാലിം എന്ന് പറയും. നോക്കൂ, വഹുവ. ക്ലിയർ അല്ലേ? സ്ക്രീന് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതെ അതെ ഓക്കെ. ഹുവമ എന്താണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയുന്നത്? ദല്ല അല അക്സറ, ഒരുപാട് ആളുകൾ ഉണ്ടാവും. മിൻ ഇസ്നൈനി, രണ്ടിലധികം. അപ്പൊ രണ്ടിലധികം ആണുങ്ങളെ, ഇസ്നൈനിയാണ് കേട്ടോ, ഇസ്നത്തൈനിന് വരുന്നില്ല. രണ്ടിലധികം ആണുങ്ങൾ, അവരെ സൂചിപ്പിക്കാനാണ് ജമ്മു മുദക്കർ സാലിം എന്ന് പറയുന്നത്. ബിസിയാദത്തി വാവിൻ, വാവിനെ എക്സ്ട്രാ കൊണ്ടുവരിക, വനൂനിൻ. അപ്പൊ വാവും നൂനും എക്സ്ട്രാ കൊണ്ടുവരുന്ന ജംഅ് ഏതാണ് എന്നുള്ള രൂപത്തിൽ പരീക്ഷകൾക്ക് കേട്ടറ്റിന്റെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ ജമ്മിന്റെ പേര് എന്താണ്? ജമ്മു മുദക്കർ സാലിം. പരീക്ഷകൾ ചിലപ്പോ അങ്ങനെ കാര്യം ചെയ്യാം. ഉപമാതല്ല അല്ലെങ്കിൽ വാവും നൂനും എക്സ്ട്രാ കൊണ്ടുള്ള ജമ്മ് ഏതാണ്, അല്ലെങ്കിൽ അലിഫും നൂനും എക്സ്ട്രാ കൊണ്ടുവരൽ കൊണ്ടുള്ള ജമ്മ് ഏതാണ്? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. ഔ യാ നൂനിൻ, നേരത്തെ നമ്മള് തസ്നീന്റെ അവിടെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ നൂനിനെയും യാഇനെയും കൊണ്ടുവരാം. അപ്പൊ പിന്നെ ജെറിന്റെയും നെസ്മിന്റെയും സമയത്ത് അങ്ങനെ നോക്കൂ. മുസ്ലിമൂന, മുസ്ലിമീന. മുസ്ലിമുൻ ഒരു മുസ്ലിം, മുസ്ലിമൂന ഒരുപാട് മുസ്ലിങ്ങൾ, മുസ്ലിങ്ങളായ പുരുഷന്മാർ. വാവ് കൊണ്ട് റഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ പോയി. എന്തുകൊണ്ടാണ് റഫ്? വാവ് കൊണ്ടാണ് റഫ്. യാ കൊണ്ടാണ് നെസ്ബ്. ജമഅൽ മുദീറു, മാനേജർ ഒരുമിച്ച് കൂട്ടി. അൽ മുഅല്ലിമീന, അൽ മുഅല്ലിമീന, ഒരു കൂട്ടം അധ്യാപകരെ മുഴുവൻ മാനേജർ വിളിച്ചുകൂട്ടി. യാ കൊണ്ടാണ്. കാരണം നിസ്ബ് വരാൻ കാരണം ജമഅ എന്നുള്ളത് ഫിഅ്ലു മാദി, അൽ മുദീറു ഇസ്മുൽ ഫായിലാണ്. ആരെയാണ് മുദീർ വിളിച്ചത്? അൽ മുഅല്ലിമീന, അധ്യാപകരെയാണ്. അപ്പൊ അത് മഫ്ഊൽ ബിഹിയാണ്. മഫ്ഊൽ ബിഹിയുടെ ഇറാബ് മൻസൂബാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജമ്മു മുദക്കർ സാലിമാണ്. ജമ്മു മുദക്കർ സാലിം ആകുമ്പോൾ അതിന്റെ നിസ്ബ് എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ്. ഇനി യാ കൊണ്ട് തന്നെയാണ് ചേർക്കും. സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. ആരുടെ മേൽ? അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുകളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു. അല എന്നുള്ളത് ജറിന്റെ അദാത്താണ്. അതുകൊണ്ട് മുഅ്മിനീന എന്ന് പറയുന്ന ഇസ്മു മജ്റൂറായി. എങ്ങനെയാണ് അവിടെ ജറ്? നമുക്കറിയാം ജമ്മു മുദക്കർ സാലിമാണ്, മുഅ്മിൻ എന്നുള്ളതിന്റെ ജമ്മാണ് മുഅ്മിനൂന. അപ്പോ അതിന് ജറ് വരല് യാ കൊണ്ടാണ്. അപ്പൊ മുഅ്മിനീന എന്ന് യാ കൊണ്ട്, നൂനിന്റെ മുമ്പുള്ള യാ കൊണ്ട് ജറായിട്ട് തന്നെ കൊണ്ടുവന്നു. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പൊ തസ്നിയന്റെ കലിമത്തും ജമ്മിന്റെ കലിമത്തും കൂടി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തസ്നിയാണെങ്കിൽ
ഐനി എന്നല്ല വരിക, മുഅ്മിനൈനി, മുസ്ലിമൈനി അങ്ങനെയല്ല വരിക. ജമ്മാണെങ്കിൽ മുസ്ലിമീന മുഅ്മിനീന എന്നാ വരിക. അതാണ് വ്യത്യാസം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ വരല് തസ്നീം ജമ്മും വരുന്ന സമയത്ത് ജമ്മു മുദക്കറാണ് എന്നുണ്ടെങ്കിൽ മുഅല്ലിമീന സല്ലംതു അലൽ മുഅ്മിനീന ജമഅൽ മുദീറു അൽ മുഅല്ലിമീന. നൂനിന്റെ തൊട്ട് മുമ്പ് യാഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എപ്പോഴും കസ്ർ രൂപത്തിലാണ് ജമ്മു മുദക്കറിൽ വരിക. യാഇന്റെ തൊട്ട് മുമ്പുള്ളതിന് കസ്ർ. ഇനി നോക്കൂ, തസ്നിയ എടുത്തു നോക്കാണ്. മറർത്തു ബി തോലിബൈനി അല്ലെങ്കിൽ ശക്റൽ മുഅല്ലിമു തോലിബൈനി. എന്താ വ്യത്യാസം? നൂന് ലാസ്റ്റ്, അതിന്റെ തൊട്ട് മുമ്പ് യാന്റെ തൊട്ട് മുമ്പ് ഫത്തഹത്തുള്ള ബ. ഓക്കെ, ജറിന്റെ സമയത്തും അങ്ങനെ തന്നെ. ഇനി ശക്റൽ മുഅല്ലിമു തോലിബൈനി അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ. അപ്പോ തസ്നിയ ആവുമ്പോ ലാസ്റ്റ് നൂന്, അതിന്റെ മുമ്പ് യാ, അതിന്റെ മുമ്പത്തെ അക്ഷരത്തിന് ഫത്തഹ ആയിരിക്കും തസ്നിയയില്. ജമുദക്കർ സാലിം ആവുമ്പോ അവസാനം നൂന്, അതിന്റെ തൊട്ട് മുമ്പ് യാ, അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റായിരിക്കും. മുഅ്മിനീന സല്ലംതു അലൽ മുഅ്മിനീന ജമഅൽ മുദീറു അൽ മുഅല്ലിമീന. വ്യത്യാസം മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? മനസ്സിലായാലോ? ഇതിനാണ് തസ്നീ ജമ്മും നസ്ബിന്റെയും ജറിന്റെയും സമയത്ത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാർഗം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുഫറദായ ഇസ്മിന്റെ ഇറാബ് പറഞ്ഞു, തസ്നിയയുടെ ഇറാബ് പറഞ്ഞു, ഇനി ജമ്മ് മുദക്കറിന്റെ ഇറാബും പറഞ്ഞു. അതിന്റെ വിശദീകരണം കൂടി നമുക്ക് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. അപ്പൊ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പഠിച്ചു പോകുന്ന ഇപ്പൊ പഠിച്ച കാര്യം അത് തന്നെയാണ് പരീക്ഷയ്ക്ക് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. പരീക്ഷാൾക്കാണ്ട് കയറിയാല് തലക്ക് വെളിവില്ലാതെ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ്? എന്നിട്ടൊക്കെ തെറ്റിച്ച് വന്നതിന് ശേഷം പറയും പരീക്ഷയ്ക്ക് പുറത്തിറങ്ങിയിട്ട്, ഓഫ് ഒക്കെ തെറ്റിച്ചറിയാത്ത പോലെ എഴുതാതെ, അല്ലെങ്കിൽ അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ എന്താണ്? നമ്മള് പഠിക്കുന്ന കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ കൃത്യമായി പതിയണം. അതിനാണ് ക്ലാസ് അങ്ങോട്ട് കേട്ട് പോയാൽ പോരാ, അതൊരു പ്രാവശ്യം നോട്ട്ബുക്കിൽ അങ്ങോട്ട് എഴുതി നമുക്ക് മനസ്സിലാവുന്ന ഭാഷ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ മുഫ്രദായ ഇസ്മിന്റെ നിർവചനം എന്താണെന്ന് പറഞ്ഞു. ഇനി തസ്നി, ഇതിപ്പോ ഓരോ നിർവചനവും നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയിൽ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. അതിന്റെ ഓരോന്നിന്റെയും റഫിന്റെ സാഹചര്യത്തിലുള്ള ഉദാഹരണം, നസ്ബിന്റെ, ജറിന്റെ, ഇങ്ങനെ അങ്ങനെ അങ്ങനെ പഠിച്ചു അങ്ങോട്ട് പോയാല് ഇൻഷാ അല്ലാഹ് എല്ലാം നമ്മളെ മനസ്സിൽ പതിയും. പരീക്ഷകളിൽ എത്ര ടെൻഷൻ വന്നാലും ഒരിക്കലും തെറ്റുകയില്ല. ഓക്കെ, മുഫ്രദായ ഇസ്മിന്റെ ഇറാബ് പറഞ്ഞു, ലമ്മത്ത് കൊണ്ട് റഫ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ശുദ്ധ ഖുർആനിലെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകും. ഇത് കാലലഹും ഷുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അലാ തത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? നമുക്കറിയാം മുഫ്രദായ ഇസ്മാണ്, ലമ്മത്ത് കൊണ്ട് റഫ്. ഇത് കാലലഹും ഷുഐബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അവ കാല എന്ന് പറഞ്ഞ ഫിഅല് മാദി, ലഹും അവരോട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഇറാബ് വരിക? ഷുഐബുൻ ലമ്മ. ഷുഐബ് എന്നുള്ള ഇവിടെ ഫായില് അല്ലെ? ഷുഐബ് നബി അലൈഹി ഇസ്ലാമാണ് പറയുന്നത്. ഫായിലാണ് ഇറാബ്, മർഫൂ ആണ്. ആരോടാ പറയുന്നത്? അവരോട് അല്ലെ? ലഹും എന്നുള്ള അപ്പൊ ഇവിടെ എന്താണ്? മഫ്ഊലാണ് അല്ലെ? മഫ്ഊൽ ബിഹി ആണ്. ഓക്കെ, ഞാൻ ഇറാബ് ഇപ്പൊ തന്നെ പഠിപ്പിച്ചു പോകുന്നത് പരീക്ഷയ്ക്ക് ഇറാബ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലാണ് എല്ലാവർക്കും ആൻസർ തെറ്റുന്നത്. ഇറാബ് ബേസ് ചെയ്തിട്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഫതഹത്ത് കൊണ്ട് നസ്ബ്, റഅയ്തു അൽ ആമില, ഒരു മുഫ്രദായ ഇസ്മിന്റെ ഇറാബാണ് നമ്മൾ പറയുന്നത്. കമാ അർസൽന
ഞാൻ അയച്ചതുപോലെ, നമ്മൾ അയച്ചതുപോലെ ഇലാ ഫിർഔന റസൂല. സൂറത്തുൽ മുസ്ലിമില് ഓതുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആയത്താണ്. കമാ അർസൽന, നമ്മൾ അയച്ചു, ഇലാ ഫിർഔന, ഫിർഔന്റെ അടുത്തേക്ക് നമ്മൾ അയച്ചു, റസൂല, റസൂലിനെ. റസൂല എന്നുള്ളത് നമുക്കറിയാം നിസ്ബാണ്, മഫൂല് ബിഹി ആണ്, ഫതഹത്ത് കൊണ്ട് നിസ്ബ്. അപ്പൊ നമുക്ക് അലാമത്തു നസ്ബി അൽ ഫതഹത്ത്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കാരണം മുഫ്രദായ ഇസ്മാണ്. കസ്റത്ത് കൊണ്ട് ജറ്. നമ്മൾ പറഞ്ഞു സല്ലംതു അലാ ഖാലിദിൻ, ശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലൈൻ, അലാ റജുലൈൻ. ഈ വിശുദ്ധമായ ഖുർആൻ എന്താണ് ഇറക്കപ്പെടാഞ്ഞത്? എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല? അലാ റജുലു മിനൽ ഖറിയത്തൈനി, 2 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഓരോ ആണുങ്ങൾക്ക് ഇറക്കി കൊടുത്തുകൂടായിരുന്നു. അലാ റജുലിൻ, ജറ് കൊണ്ടാണ്, ജറാണ്, കസ്റത്ത് കൊണ്ടാണ് ജറ്, കാരണം മുഫ്രദായ ഇസ്മ. പിന്നെ നമ്മൾ പറഞ്ഞു തസ്നി എന്താണെന്നാണ് പറഞ്ഞത്. തസ്നീന്റെ ഇറാബ് നമ്മൾ പറഞ്ഞു, അലിഫ് കൊണ്ടാണ് റഫ് എന്ന് പറഞ്ഞു. ജാ അൽ മുഅല്ലിമാണ്, 2 മുഅല്ലിമീങ്ങൾ വന്നു. ശുദ്ധ ഖുർആനിലെ ഉദാഹരണം കാല റജുലാനി മിനല്ലദീന യഖാഫൂൻ, റജുൽ എന്നുള്ളതിന്റെ തസ്നിയാണ് റജുലാനി. അപ്പോ അലിഫ് കൊണ്ടാണ് തസ്നിയക്ക് റഫ് എന്ന് നമ്മൾ പറഞ്ഞു. റജുലാനി അലിഫ് കൊണ്ട് റഫ്, ഫായില് മർഫു ആണ്. അലാമത്തു റഫ്ഇഹി, അതിന്റെ റഫിന്റെ അലാമത്ത് എന്താണ്? അൽ അലിഫു, അലിഫാണ്. കാരണം ലിഅന്നഹു മുസന്ന, അതെന്താണ്? തസ്നിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു യാ കൊണ്ടാണ് നസ്ബും ജറും. നോക്കൂ, ശക്കർത്തു തോലിബത്തൈനി, ശക്കർത്തു ഫീല് ഫായില്, തോലിബത്തൈനി മഫ്ഊല് ബിഹി മൻസൂബാണ്. വഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞു, ലാ തത്തഖിദു, നിങ്ങളാക്കരുത്, ഇലാഹൈനി ഇസ്നൈൻ, ഇലാഹൈനി ഇസ്നൈൻ, 2 ഇലാഹുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇലാഹൈനി എന്നുള്ളത് മഫ്ഊല് ബിഹി ആണ്, മഫ്ഊല് ബിഹി മൻസൂബാണ്. എന്താണ് അവിടെ നസ്ബിന്റെ അലാമത്ത്? അൽ യാ, യാ ആണ് നസ്ബിന്റെ അലാമത്ത്, കാരണം ലിഅന്നഹു മുസന്ന, തസ്നിയാണ്. പിന്നെ യാ കൊണ്ടാണ് ജറ് എന്ന് പറഞ്ഞു. മറർത്തു ബിത്വാലിബൈനി, അപ്പൊ നസ്ബും ജറും ഒരുപോലെയാണ്. ശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്ത് തെളിവ്. വമിൻഹും മൈ യംശി അലാ റിജ്ലൈനി, 2 കാലിന്മേൽ നടക്കുന്ന ജീവികളുണ്ട്. കണ്ടോ? അലാ റിജ്ലൈനി, 2 ശ്രദ്ധിക്കണം കേട്ടോ. റജുൽ എന്ന് പറഞ്ഞാല് പുരുഷനാണ്, റിജിൽ എന്ന് പറഞ്ഞാല് കാല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. പിന്നെ ഇതില് നോക്കൂ, അല റിജിലൈനി ജാറ് മജ്റൂറാണ്. യുജറു ബിൽ യാ, യാ കൊണ്ട് ജറ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ യാ കൊണ്ടാണ് ജറും നസ്ബും ഒരുപോലെയാണ് തസ്നിയിൽ വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, തസ്നിയയോട് മുൽഹക്ക്, മുൽഹക്ക് എന്ന് പറഞ്ഞാൽ തസ്നിയന്റെ അതേ വിധിയുള്ള കുറച്ച് ഇസ്മുകളെ പരിചയപ്പെടുത്തും. അതിനാണ് മുൽഹക്ക് എന്ന് പറയും. ശ്രദ്ധിക്കണം, അത് പുതിയൊരു പോയിന്റ് ആണ്. വഹുവ മാ ഫഖദ ശുറൂത്തൽ മുസന്ന, തസ്നിയന്റെ ഷർത്തുകളൊന്നും ഇല്ല, പക്ഷേ വയോറബു ഇറാബുഹു, അതിന്റെ ഇറാബ് തസ്നിയന്റെ അതേ ഇറാബായിരിക്കും. വലാ വാഹിദ ലഹു മിൻ ലഫ്ലിഹി, അതിന് ലഫ്ലിന്, ആ ലഫ്ലിൽ നിന്ന് അതിന്റെ മുഫ്രദ് ഏകവചനം ആ കലിമത്തിന് ഇല്ലതാണ്. അങ്ങനെയുള്ള കുറച്ച് കലിമത്തുകൾ മുസന്നന്റെ അതേ ഇറാബായിട്ട് ഉപയോഗിക്കപ്പെടും. അതിനാണ് അൽ മുൽഹഖ് ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖാത്തകളായി വരുന്നത് എന്ന് പറയുന്നത്. ഇസ്നാനി, ഇസ്നത്താനി. ഇസ്നാനിക്ക് മുഫ്രദ് ഉണ്ടോ? ഇസ്നാനി എന്നുള്ള കലിമത്തിന് മുഫ്രദ് ഉണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ ഇറാബ് നോക്കൂ, തസ്നിയന്റെ അതേ ഇറാബായിരിക്കും. ജാ ഇസ്നാനി, 2 ആളുകൾ വന്നു, മിനത്തുല്ലാബി, വിദ്യാർത്ഥികളിൽ നിന്ന്. അപ്പൊ ഇസ്നാനിക്ക് ഇവിടെ എന്തിന്റെ ഇറാബാണ്? ഇസ്നാനി, ഇസ്നാനി എന്നുള്ള അവിടെ എന്താ ഇറാബ്? ജാ ഇസ്നാനി, 2 ആളുകൾ വന്നു. ഫായിലല്ലേ? അലിഫ് കൊണ്ട് റഫ്, ഫായിലാണ്, 2 ആള് എന്നുള്ളതാണ്. അപ്പൊ ഫായില് മർഫു ആണ്. വഅലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുൽഹഖും ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖായ കലിമത്താണ്. അതുപോലെ തന്നെ ഇസ്നത്താനി, 2 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശുദ്ധ ഖുർആനിലുള്ള ഉദാഹരണം സൂറത്ത് യാസീന്, ഇത് അർസൽന ഇലൈഹിം ഉസ്നൈനി, ഞാൻ അവരിലേക്ക് അയച്ചു ഉസ്നൈനി, 2 ആളുകൾ അല്ലെ? ഉസ്നൈനി എന്തുകൊണ്ടാ? നസ്ബ് മഫ്ഊൽ ബിഹി ആണ്. അലാമത്തു നസ്ബിഹി അൽ യാ കൊണ്ട് നസ്ബ്,
അർസൽന ഇലൈഹി ഞാൻ അവരിലേക്ക് അയച്ചു. ഫീല് വന്നു, ഫായില് വന്നു, ഇസ്നൈനി അല്ലെ, രണ്ടാളെ അയച്ചു. അപ്പൊ മഫൂല് ബിഹിയാണ്. അപ്പൊ മഫൂല് ബിഹി ആയതുകൊണ്ട് തന്നെ മൻസൂബാണ്. ഇനി ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാഅശറ ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് എത്രയാണ്? ഇസ്നാഅശറ, 12 അല്ലെ. എന്താ ഇസ്നാഅശറ എന്നവിടെ ഇറാബ് കിട്ടാൻ കാരണം? എന്താണ് അതിന്റെ ഇറാബ് എന്ന് പറഞ്ഞാണ്? ഖബറാണ് അല്ലെ. ഇന്ന ഇദ്ദത്ത ശുഹൂരി എന്ന് പറയുന്നത് അവിടെ ഒരു മുബ്തദ അവിടെ കിടക്കാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മാസത്തിന്റെ എണ്ണം എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഖബറാണ് വരുന്നത്. എത്രയാണ്? ഇസ്നാഅശറ, 12 ആകുന്നു. 12 മാസത്തിന്റെ ഖബറാണ്. ഖബറ് മർഫൂ ആണ്. അപ്പൊ ഖബറു ഇന്നന്റെ ഖബറായിട്ടാണ് വരുന്നത്. ഇന്ന എന്നുള്ളതിന്റെ ഇസ്മ് നമുക്കറിയാം. ഇന്ന ഇസ്മിന്റെ മുമ്പ് വന്നാൽ ഇസ്മ് ചെയ്യും. അതുപോലെ അത് ഇദ്ദത്ത എന്നുള്ളതിന് ആ ഇസ്മിന് മൻസൂബാണ്. ഇനി അതിന്റെ ഖബറാണ് നമുക്ക് വരേണ്ടത്. ഇസ്ന എന്നുള്ളതാണ് ഖബർ വന്നത്. അലാമത്ത് റഫി, എന്താണ് റഫിന്റെ അലാമത്ത്? അൽ അലിഫു, അലിഫാണ്. കാരണം മുൽഹഖാത്തുൽ മുസന്നയാണ് ഇസ്നാനി എന്നത്. അതുപോലെയാണ് ഇതേ ഹുക്കം തന്നെയാണ് കില കിൽത്ത, കില കിൽത്ത. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. തുറബു ഇറാബുൽ മുസന്ന ബിശർത്തി അൻ തുലാഫ ഇലാ ദമീരി. കിലക്കും കിൽത്തക്കും അവിടെ വേറൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. ഇത് തസ്നിയന്റെ ഇറാബിനേക്കും, പക്ഷെ എന്താണ് നിബന്ധന? അൻ തുലാഫ ഇലാ ദമീരി, എപ്പോഴും ഒരു ദമീറിലേക്ക് അതിനെ ഇലാഫത്ത് ചെയ്യണം. അപ്പൊ എന്താ പറഞ്ഞത്? തസ്നിയന്റെ ഇറാബ് കിലക്കും കിൽത്തക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? എപ്പോഴും എന്ത് ചെയ്യണം? ലമീറിലേക്ക് അവകളെ ഇലാഫത്ത് ചെയ്യപ്പെടുന്ന രൂപത്തിലായിരിക്കണം വരേണ്ടത്. എന്നാലേ തസ്നിയന്റെ ഇറാബ് അവകൾക്ക് ലഭിക്കുള്ളൂ. ജാ റജുലാനി, 2 ആളുകൾ വന്നു. കിലാഹുമാ, അവർ 2 പേരും തന്നെ അല്ലെ. കിലനെ പേയ്ക്ക ചേർത്തത്? കിലനയിലേക്ക് ചേർത്തു, ഹുമാ എന്നുള്ള ദമീറിലേക്ക് ചേർത്തു. അതിന്റെ ഇറാബ് നോക്കൂ. ജാ റജുലാനി കിലാഹുമാ, തൗക്കീദാണ്. നമുക്കറിയാം കില, പിന്നെ അതൊക്കെ അതിന്റെ തൗക്കീദിന്റെ അദാത്തിൽ വരുന്നതാണ്. നോക്കൂ, നമ്മൾ വിഷയം അതല്ല. അലാമത്തു റഫ്ഇഹി തൗക്കീദുൻ മാനവി, മാനവിയായ തൗക്കീദിനെ പറ്റി പറയുന്നിടത്ത് വരുന്നതാണ് കിലയൊക്കെ. അത് നമ്മളെ വിഷയം അതല്ല, അത് നമുക്ക് തൗക്കീദിന്റെ ബാബിൽ ചർച്ച ചെയ്യാം. മർഫു ആണ്. അലാമത്തു റഫി, റഫിന്റെ അലാമത്ത് എന്താണ് ഇവിടെ? അൽ അലിഫു, അലിഫാണ്. കാരണം അന്നഹു മുൽഹഖും ബിൽ മുസന്ന, തസ്നിയയോട് മുൽഹഖാണ്. ഇനി അടുത്തത് നോക്കൂ. മുഅന്നസ് ആണെങ്കിൽ അങ്ങനെ തന്നെ, കിൽത്ത ആണെങ്കിൽ അങ്ങനെ തന്നെ. ജാഅത്തിൽ ഫതാത്താനി, ഫതാത്താനി എന്ന് പറഞ്ഞാല് ഫതാത്ത് 2 യുവതിയാണ് കേട്ടോ. ഫത്ത എന്ന് പറഞ്ഞ യുവാവ്, ഫതാത്താനി 2 യുവതികൾ വന്നു. കിൽത്താഹുമ, അവർ 2 പേരും തന്നെ. കണ്ടോ? അലാമത്തു റഫിഹി അൽ അലിഫ്. ഇനി നസ്ബിന്റെ സാഹചര്യം നോക്കൂ. റഅയ്തു, ഞാൻ കണ്ടു. അത്വാലിബത്തൈനി, 2 വിദ്യാർത്ഥിനികളെ കണ്ടു. കിൽത്തൈഹിമാ, അവർ 2 പേരെയും തന്നെ. കിൽത്തൈ, കണ്ടോ? തസ്നിയന്റെ ഇറാബാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു മൻസൂബാണ്. കാരണം എന്തുകൊണ്ടാ? തൗക്കീദാണ്. റഅയ്തു ത്വാലിബത്തൈനി എന്നുള്ളതിന്റെ തൗക്കീദാണ്. തൗക്കീദുൽ മാനവിയാണ്, മൻസൂബാണ്. അലാമത്തു നസ്ബിഹി അൽ യാ, നസ്ബിന്റെ അലാമത്ത് എന്താണ്? യാ ആണ്. കിൽതൈഹിമ, അതുപോലെ തന്നെ കിലൈഹിമ. 2 ഉദാഹരണം നോക്കിയാൽ മതി. ഇനി ഹദീസിൽ തന്നെ നമുക്ക് വന്നത് കാണാൻ സാധിക്കും. അമ്മാന ഫഅഫീലു അലാ റഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ്, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞാൻ എന്റെ തലയുടെ മേൽ ഇങ്ങനെ ചൊരിയും. സലാസൻ, 3 പ്രാവശ്യം. എന്നിട്ട് അശാറ ബിയദൈഹി, നബിയുടെ കൈ കൊണ്ട് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കിൽതൈഹിമ, നബിയുടെ 2 കൈ കൊണ്ടും തന്നെ. കണ്ടോ? ബിയദൈഹി, ബിയദൈഹി ജാറു മജ്റൂറാണ്. അതിനോട് യോജിച്ച തൗക്കീദാണ് കിൽതൈ. അപ്പോ ജാറു മജ്റൂർ നമ്മൾ പറഞ്ഞു. തസ്നിയന്റെ ഇറാബ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? കിൽതൈ, യാ കൊണ്ടാണ് ജറ്. കണ്ടോ? കിൽതൈ എന്നുള്ള തൗക്കീദ് മാനവിയുൻ മജ്റൂറുൻ വഅലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖാണ്.
ഇനി അതാ പറയുന്നത്, ഇദാലം തുലിഫ് കിലാ വ കിൽത്ത ഇലാ ലമീരിൻ വ ഉളീഫത ഇലാ ഇസ്മിൻ ളാഹിരിൻ. കിലേനെയും കിൽത്തിനെയും നമ്മൾ പറഞ്ഞു അതിന്റെ തസ്നിയന്റെ ഇറാബ് കിട്ടാനുള്ള നിബന്ധന പറഞ്ഞത് ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തില്ല, നേരെ ലോഹിറായ ഇസ്മിലേക്കാണ് ഇലാഫത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ തസ്നിയന്റെ ഇറാബ് ഒരിക്കലും കിട്ടൂല. ലം തൂറബ് ഇറാബൽ മുസന്ന വലാകിൻ തൂറബ് ബിൽ ഹറക്കാത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫി. കാരണം അപ്പോ ലോഹിറായ ഇസ്മിലേക്കാണ് ഇലാഫത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തസ്നിയന്റെ ഇറാബ് അവിടെ കാണാൻ പറ്റൂല. പക്ഷെ നമ്മളവിടെ ഇറാബിനെ സങ്കല്പിക്കണം, ആ അലിഫിന്റെ മേൽ നമ്മൾ സങ്കല്പിക്കണം. നോക്കൂ, മറർത്തു ഞാൻ നടന്നു, ബി കിലർ റജുലൈൻ രണ്ട് പുരുഷന്മാരുടെ അരികിലൂടെ ഞാൻ നടന്നു. അവിടെ ഇലാഫത്ത് ചെയ്തിക്കണോ ലമീറിലേക്ക് കിലനെ? ചെയ്തിക്കണോ? എവിടെ ലമീർ? കിലാന്ന് മാത്രമേ ഉള്ളൂ, ലമീറില്ലല്ലോ. ചെയ്തു എന്ന് പറഞ്ഞ ആള് ലമീർ ഇവിടെ കാണിച്ചാടി ഇല്ല. ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ. ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തസ്നിയന്റെ ഇറാബ് കിട്ടൂല നമ്മൾ പറഞ്ഞു. ഇവിടെ ലോഹിറായ ഇസ്മിലേക്കാണ്. ഉളീഫത്ത കണ്ടോ, ഉളീഫത്ത ഇലാഫത്ത് ചെയ്യപ്പെട്ട് ഇവിടെ ലോഹിറിൻ ഇസ്മിൻ ലോഹിറിലേക്കാണ് ഇലാഫത്ത് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇറാബുൽ മുസന്ന കിട്ടൂല എന്ന് നമ്മൾ പറഞ്ഞു. തസ്നിയന്റെ ഇറാബ് കിട്ടൂല. പകരം നമ്മൾ അവിടെ അർക്കത്തുകളെ ആ അലിഫിന്റെ മേൽ സങ്കല്പിക്കണം. നോക്കൂ, മറർത്തു ഞാൻ നടന്നു, ബിക്കില റജുലൈനി രണ്ട് പുരുഷന്മാരുടെ അരികിലൂടെ. ബിക്കില അതിന്റെ ഇറാബ് നോക്കൂ, ഇസ്മുൻ മജ്റൂറുൻ മജ്റൂർ ആക്കപ്പെട്ട ഇസ്മാണ്. എന്തുകൊണ്ടാ? അലാമത്ത് ജെറി അൽ കസ്റത്തു. ജെറിന്റെ അലാമത്ത് ഇവിടെ എന്താണ്? കസ്റത്താണ് അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ കില എന്നുള്ളടത്ത് കസ്റത്ത് കാണുന്നുണ്ടോ? ബി സെയ്ദിൻ എന്ന് പറയുന്ന പോലെ കസ്റത്ത് കാണുന്നുണ്ടോ? കാണുന്നില്ല. കാരണം അവിടെ അലിഫ് ആയതുകൊണ്ട് കാണൂല. അൽ മുഖദ്ദറത്തു അതിനെ നമ്മൾ സങ്കല്പിക്കപ്പെടണം അലൽ അലിഫി, ആ ജെറിനെ അലിഫിന്റെ മേൽ നമ്മൾ സങ്കല്പിക്കപ്പെടണം. ലിത്താദുരി ബുദ്ധിമുട്ടായതിന് വേണ്ടിയിട്ടാണ്, കാണാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. നമ്മൾ പറഞ്ഞു കിലേന് കിൽത്തക്കും തസ്നിയന്റെ ഇറാബ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടണം. ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടില്ല, ലോഹിറായ ഇസ്മിലേക്കാണ് ഇലാഫത്ത് ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ തസ്നിയന്റെ ഇറാബ് ഒരിക്കലും കിട്ടൂല. വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഉദാഹരണം ഇതാ, കിൽത്തൽ ജന്നത്തൈനി ആതതു ഉകുലഹാ വലം തദ്ലിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. ഇന്ന് നമുക്ക് ഓതാനുള്ള സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തിൽ തന്നെ കാണാൻ സാധിക്കും. കിൽത്തൽ ജന്നത്തൈനി, കിൽത്തൽ ജന്നത്തൈനി രണ്ട് സ്വർഗം അല്ലെ? അപ്പോ ഈ കിൽത്തൽ ജന്നത്തൈനി എന്ന് പറയുന്നിടത്ത് ആ കിൽത്ത എന്നുള്ള അവിടെ മുബത്തദ് മർഫു ആണ്. അലാമത്തു റഫീ അൽ-ലമ്മത്തുൽ മുഖദ്ദറ. അവിടെ റഫ് നമ്മള് പിന്നെ തസ്നിയാണെങ്കിൽ നമുക്ക് അലിഫ് കൊണ്ടാണ് റഫ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെയും കിൽത്ത റഫിന്റെ സാഹചര്യമാണ്. കാരണം മുബത്തതാണ് അല്ലെ? കിൽത്തൽ ജന്നത്തി ഞാൻ രണ്ട് സ്വർഗം, മുബത്തദ് മർഫു ആണ്. അലാമത്തു റഫിഹി റഫ് എന്നിങ്ങനെയാണ് അൽ-ലമ്മത്തുൽ മുഖദ്ദറത്തു. ആ ലമ്മത്താണ്, നമ്മള് കാണാൻ പറ്റാത്ത സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്താണ് അൽ അലിഫി. കിൽത്ത എന്നുള്ളടത്ത് അലിഫിന്റെ അവിടുത്തെ ഇറാബ് ഒരിക്കലും കിൽത്തക്ക് ലഭ്യമാകുന്നതല്ല. മനസ്സിലായോ? മനസ്സിലായിക്കണോ? സംശയമുണ്ടോ? ക്ലിയർ ആയില്ല? മറർത്തുബി കില എന്ന് പറയുമ്പോ അവിടെ ജെറിന്റെ അദാത്ത് ഉണ്ടായതുകൊണ്ടാണ് മജ്റൂർ ആയത്. ഇവിടെ കിൽത്തൽ ജന്നത്തിന് ഒരു പുതിയ ജുംല തുടങ്ങാം. അപ്പൊ മുബ്തദാണ്. അർത്ഥം കൂടി മനസ്സിലായാലാണ് നമുക്ക് ഇറാബ് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ അർത്ഥം മനസ്സിലായിട്ടില്ല, ആശയം മനസ്സിലാക്കാതെ ഒരിക്കലും ഇറാബ് പറയാൻ പറ്റൂല. അൽ ഇറാബു തഹ്തൽ മാനാണ്, അല്ലെങ്കിൽ തെർക്കീബ് തഹ്തൽ മാന എന്നൊക്കെ ഉസ്താദ്മാര് പഠിപ്പിക്കുമ്പോൾ പറയുന്നതാ. ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ തെർക്കീബ് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? എന്തേലും സംശയം ഉണ്ടോ? നമ്മളിപ്പോ പറഞ്ഞത് തസ്നിയന്റെ ഇറാബ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞു. അതിന് ഈ തസ്നിയയില് ഇറാബ് കിട്ടുന്ന ഒരു വിഭാഗം ഉണ്ട്, അതിനാണ് അതിന്റെ മുൽഹക്കാത്തുകൾ എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് ചെയ്തുള്ളത്. അതുപോലെ തന്നെയാണ് ഹാദാനി, ഹാത്താനി, അല്ലദാനി, അല്ലത്താനി. നമ്മൾ അവിടെ മൗസുലന്റെ അവിടെ ഇറാബ് പറയുമ്പോഴും അപ്പോഴും പറയും ഇവകൾക്കൊക്കെ തസ്നിയന്റെ ഇറാബാണെന്ന് പറയും. ഇവകളും
മുൽഹക്കാത്തുകളാണ് ഹാദാനി ഹാത്താനി, ഹാദാനി ഹസ്മാനി. ഇനി അവിടെ നോക്കൂ, ഹാദാനി ഹസ്മാനി എന്നുള്ളിടത്ത് പിന്നെ റഫിന്റെ സാഹചര്യമാണ്. ഹാദാനി ഹസ്മാനി. നോക്കൂ അതിന്റെ ഇറാബ്. ഹാദാനി എന്നുള്ള ഇസ്മു ഇഷാറത്തിൻ മുബത്തദവും മർഫൂൻ വഅലാമത്തു റഫി അൽ അലിഫു. അലിഫ് കൊണ്ടാണ് റഫ്. എന്തുകൊണ്ട് അലിഫ് കൊണ്ട് റഫ് കിട്ടാൻ കാരണം? ഹാദാനിക്ക് എന്തുകൊണ്ട് കിട്ടി? മുസന്ന. ഇവൾക്ക് മുസ്ന തസ്നിയന്റെ ഇറാബാണ്. തസ്നിയോട് മുൽഹഖത്തായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. അതുപോലെ ഹാത്താനി. ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാത്തൈനി. അല്ലേ? ആരാ പറഞ്ഞത്? ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാത്തൈനി. ആര് പറഞ്ഞു നോക്കാം? ഇപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യം കണ്ടു. ഷുഐബ് നബിയാണോ? ആരോട് പറഞ്ഞ? മൂസാ നബി. മൂസാനബിയോടില്ലേ? രണ്ട് വെള്ളം കോരിയ പെൺകുട്ടികൾ പോയ സംഭവം അവര് പിന്നെ വെള്ളം കോരിയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഷുഐബ് നബി അലൈഹി ഇസ്ലാം അഭിസംബോധന ചെയ്യുന്ന വാക്കുകളാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചിലപ്പോ ഈ കാറ്ററ്റിന്റെ എക്സാം ഒക്കെ ഉണ്ടല്ലേ, നേരെ ആയത്ത് അങ്ങോട്ട് പൂരിപ്പിക്കാൻ കൊടുക്കുക. എത്രയോ ക്വസ്റ്റ്യൻ, 2, 3, 4, 5 ക്വസ്റ്റ്യൻ അതുപോലെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് എന്തും ചോദിക്കാന്നുള്ള ഒരു കോലത്തിലാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. എത്ര പരാതി എടുത്തിട്ടൊന്നും അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാരും കൂടി ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിന്റെ അടുത്തേക്ക് പരാതി നിവേദനം കുറെ കൊടുക്കണം. കേട്ടറ്റ് എക്സാം അങ്ങനെ ഇങ്ങനെ, അതൊന്നും കാര്യം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനനുസരിച്ച് ഉയരുക എന്നല്ലാതെ വേറൊരു മാർഗം നമ്മളൊന്നും ചെയ്യില്ല. നമ്മള് ചോദ്യത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറുക, എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലാതെ ഒരു കാര്യമില്ല. വെറുതെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്. നോക്കൂ, ഹാത്താനി, അല്ലദാനി, അല്ലത്താനി ഇതൊക്കെ തസ്നിയോട് മുൽഹഖത്താക്കാതായിട്ട് വന്നിട്ടുള്ളതാണ്. ശക്കർത്തു. അല്ലത്താനിന്റെ അവിടെ ഉദാഹരണം നോക്കൂ. ശക്കർത്തു, ഞാൻ നന്ദി പറഞ്ഞു. അല്ലത്തേനി, ആ രണ്ടാളുകളോട് ഐരിഫുഹുമ, ഞാൻ അവരെ അറിയും. അല്ലത്തേനി. അപ്പൊ അല്ലത്തേനിക്ക് ഇവിടെ എന്തിന്റെ ഇറാബ് കിട്ടി? തസ്നിയന്റെ ഇറാബ് കിട്ടി. കാരണം അല്ലത്തേനി മഫ്ഊല് ബിഹിയാണ്. ശക്കർത്തു ഫീല് ഫായില് വന്നു. അല്ലത്തേനി മഫ്ഊല് ബിഹിയാണ്. ലിഅന്നഹു മുൽഹഖും ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖായിട്ട് വരുന്നതാണ്. അല്ലദാനി കണ്ടോ? അല്ലദാനി യഅ്തിയാനിഹിമ മിൻകും, അവിടെ റഫ്ആണ് അല്ലേ? അതുപോലെ തന്നെ ഹാത്താനി ഞാൻ പറഞ്ഞു, ഇനി ഉരീദു അൻ ഉൻകിഹക, ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ഇഹ്ദ ഇബ്നതയ്യ ഹാത്തൈനി, ഈ കാണുന്ന എന്റെ രണ്ട് പെൺകുട്ടികളിൽ നിന്ന് ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇബ്നതയ്യ, ഇഹ്ദ ഇബ്നതയ്യ ഹാത്തൈനി. അപ്പൊ ഇബ്നതൈനി നോക്കൂ, അതിന്റെ ഇറാബ് നോക്കൂ. തൈനി എന്ന് പറയുന്നത് ഇസ്മു ഇഷാറത്തിൻ, ഇഷാറത്തിന്റെ ഇസ്മാണ്. നാത്തുൻ ലി ഇബ്നതൈ, ഇബ്നതൈ എന്നുള്ളതിന്റെ സിഫത്തായിട്ട്. ഇബ്നതൈ എന്റെ രണ്ട് പെൺകുട്ടികൾ, ഹാത്തൈനി ഈ രണ്ടെണ്ണം. അപ്പൊ ഇബ്നതൈ ഹാത്തൈനി എന്നുള്ള സിഫത്ത് മൗസൂഫാണ്. അപ്പൊ ഇബ്നതൈന്റെ അതേ ഇറാബ് തന്നെയാണ് ഹാത്തൈനിക്ക് കിട്ടേണ്ടത്. ഇഹ്ദ ഇബ്നതൈ, കാരണം മജ്റൂറുൻ, ഇത് ജറാണ്. എന്താ ജറ കാരണം? എന്താണ് ജറായത്? ഇഹ്ദ ഇബ്നതയ്യ മുളാഫിലേക്കാണ്. അഹ്സൻതി. വഅലാമത്തു ജർഹി, ജറിന്റെ അലാമത്ത് എന്താണ്? അൽയാഉ, യാ ആണ്. കാരണം അപ്പൊ നമ്മൾ പറഞ്ഞു തസ്നിയക്ക് ജർ എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ്. ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന, മുസന്നയോട് മുൽഹഖാത്തായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് മുഫ്രദായ ഇസ്മിന്റെ ഇറാബ്, തസ്നിയ അതിന്റെ ഇറാബ് വിശദമായി പറഞ്ഞു. ഇനി ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ആകെ ഇങ്ങനെ അടുക്കള ജോലി ഉള്ളവരും എല്ലാവരും ഉണ്ടാവും. അത് നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞതില്? ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയം നോട്ട്സ് വായിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണേ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.